ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുവാനും സംസാരിക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മ ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള, ഓരോരുത്തരും ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും മനസ്സിലാക്കിയിരിക്കേണ്ട ചില വിഷയങ്ങളാണ്. ഇനി പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും അത് ഓർമ്മ പുതുക്കുകയും വീണ്ടും ആവർത്തിച്ച് പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് നമുക്കറിയാം, ഈ ഒരു വിഷയം വലിയൊരു വിഷയമാണ്. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ പറയാനുള്ളത്, അല്ലെങ്കിൽ ആഖിറത്തിൽ നമുക്ക് സലാമത്ത് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനുള്ളത് രണ്ട് ഭാഗങ്ങളാണ്. ഒന്നാമത്തെ ഭാഗം എന്നുള്ളത്, ഈ ആളുകൾ, ഈ ഖവാരിജുകൾ, അവർ എങ്ങനെ ഖവാരിജുകളായി, അതിനുള്ള സാഹചര്യം എന്താണ്, അതിൽ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. എന്ത് കാരണത്താലാണ്, എന്ത് സാഹചര്യത്താലാണ്, അല്ലെങ്കിൽ എന്ത് കാര്യത്തിൽ ശ്രദ്ധിക്കാതിരുന്നതിനാലാണ് അവർ ഖവാരിജുകളായി മാറിയത്. അതൊന്നാമത്തെ മേഖല. രണ്ടാമത്തെ മേഖല, അവരെ അല്ലെങ്കിൽ അവരിലെ ഖവാരിജിയത്ത് എന്ന് വെച്ചാൽ അവരിലെ വ്യതിയാനം തിരിച്ചറിയാനുള്ള, അല്ലെങ്കിൽ വ്യതിയാനത്തെ പ്രകടമാക്കുന്ന ചില അടയാളങ്ങൾ, സാഹചര്യങ്ങളും അവരാക്കി തീർത്ത സാഹചര്യങ്ങളും അവരുടെ അലാമാത്തുകളും. ഇത് രണ്ടാണ്, ഈ രണ്ട് മേഖലയാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇവിടെ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഈ സാഹചര്യങ്ങൾ നമ്മൾ എന്തിനാ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാഹചര്യം വരാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണെന്ത്, വരാതെ നോക്കാന്ന് പറയാറുണ്ട്. ഈ അവരെങ്ങനെ ഖവാരിജുകളായി മാറി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മളിൽ ഖവാരിജത്ത് വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും. അതിനാണ് ആ ഒരു മേഖല, ആ ഒരു വിഷയം പറയുന്നത് അതിനാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അവരെ തിരിച്ചറിയാനുള്ള അടയാളം, അല്ലെങ്കിൽ അവരിൽ പ്രകടമാവുന്ന ചില മസാലകൾ, അല്ലെങ്കിൽ അവരുടെ തെറ്റിദ്ധാരണകൾ. ഇതെന്തിനാ പറയുന്നത്? രണ്ട് ഫായിദകളുണ്ട്. ഒന്നാമത്തത്, നമുക്ക് അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാൻ, അങ്ങനെയുള്ള ആളുകളെ തിരിച്ചറിയാനാണ്. രണ്ടാമത്തത്, നമ്മളിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മസാല നമ്മുടെ ഹൃദയത്തിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ വിഷയമല്ലല്ലോ, ഇത് ഖവാരിജുകളുടെ രീതിയാണല്ലോ എന്ന് പറഞ്ഞ് നമുക്കതൊന്ന് എന്ത് ചെയ്യാൻ, ഒഴിവാകാൻ. കാരണം നമ്മുടെ ഈ വർത്തമാന കാലഘട്ടം, ഈ മീഡിയകളും ഇന്റർനെറ്റൊക്കെ വർദ്ധിച്ച ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു സലഫി ആയതുകൊണ്ടോ, സലഫി ഉലമാക്കളുടെ അടുത്തിരുന്നത് കൊണ്ടോ, സലഫി പുസ്തകങ്ങൾ വായിക്കുന്നത് കൊണ്ടോ നമുക്കൊരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല നമ്മുടെ മനസ്സിൽ ഈ ഖവാരിജുകളുടെ ശുഭത്തൊന്നും കയറിയിട്ടില്ല എന്ന് നമുക്കൊരിക്കലും ഉറപ്പ് പറയാൻ പറ്റൂല. ചിലപ്പോൾ നമ്മൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ഖവാരിജ് ചിന്തകൾ ഉണ്ടാവും. നമുക്കറിയില്ലത് ഖവാരിജുകൾ ചിന്തകളാണ്. അത് നമുക്ക് മാറ്റാനും, അലൈക്കും സലാം, നമുക്കത് മാറ്റാനും അത് തിരുത്താനും ശരിയായ മനഹജിലേക്ക് വരാനും എന്ത് ചെയ്യണം? നമുക്ക് എല്ലാ വസ്തുക്കളും എല്ലാ പോയിന്റുകളും പറയാൻ കഴിയില്ല. പ്രധാനപ്പെട്ട, അലൈക്കും സലാം, ഏറ്റവും പ്രധാനപ്പെട്ട ചില വസ്തുക്കൾ, അടയാളങ്ങൾ, അലാമാത്തുകൾ. ഏതുപോലെ നമ്മൾ രോഗത്തിന്റെ വിഷയം പറഞ്ഞില്ലേ, രോഗത്തിൽ വരാതെ നോക്കുന്ന അവസ്ഥ നമ്മൾ പറഞ്ഞു അല്ലേ? ഇപ്പോ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ കൊറോണ വന്നപ്പോ അല്ലെ, ഏറ്റവും വ്യക്തമായിട്ടുള്ള ഉദാഹരണമാണ്. ഏറ്റവും ആദ്യം ഒരു പറയാ എന്താ? ഏറ്റവും ആദ്യം പറയാ എന്താ?
വരാതിരിക്കാൻ ചെയ്യേണ്ട മാർഗനിർദ്ദേശങ്ങൾ, മുൻകരുതലുകൾ, പ്രീകോഷൻസ് അല്ലെ, അത് നല്ല എന്ത് ചെയ്യും, വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ പറയാം. കാരണം അത് വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ഹൈറാണെന്ത് വരാതെ നോക്കുക. ഇനിയിപ്പോ വന്നാലോ പ്രീകോഷൻസ് മാത്രമാണോ അവർ പറയാ? അല്ല, പിന്നെന്തൊക്കെ പറയും? ഇതിന്റെ ഫീച്ചേഴ്സ് പറയും. ഈ രോഗം വന്നാൽ എങ്ങനെയായിരിക്കും, അതിന്റെ ഓരോ എന്ത് ചെയ്യും ക്വാളിറ്റീസ് എടുത്ത് പറയും, ഇങ്ങനെയാവും, ഓരോ ഇതിലിങ്ങനെ, ഈ വിഷയത്തിൽ ഇങ്ങനെ ഓരോ പോയിന്റുകളായിട്ട് എന്ത് ചെയ്യും എടുത്തു പറയും. ഇതെന്തിനെടുത്ത് പറയുന്നതെന്ന് അറിയാം. എന്തിനറിയോ? എന്തിനാ പറയുന്നത്? നമുക്കിത് തിരിച്ചറിയാൻ, നമുക്കിത് ബാധിച്ചിട്ടുണ്ട് തിരിച്ചറിയാം. വലൈക്കും അസ്സലാം. ഇതുപോലെയാണ്. ഇപ്പൊ നമ്മുടെ വിഷയം അതുപോലെ തന്നെയാണ്. അല്ലാതെ നമുക്ക് മൊത്തം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ചരിത്രമാണെങ്കിൽ, അവർ ഈ സമൂഹത്തിന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫസാദാണെങ്കിൽ, ഇതൊക്കെ നമുക്ക് പറയാൻ ഒരുപാടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ഒരൊറ്റ മജ്‌ലിസ് കൊണ്ട് സംസാരിച്ച് തീർക്കാൻ കഴിയില്ല. നമ്മൾ ഈ രണ്ട് മേഖലയാണ് സംസാരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ടത്, അതും എന്താണ്, പരമാവധി ആശയം ചുരുങ്ങി പോവാത്തത്ര, എന്നാൽ വളരെ ചുരുക്കത്തിൽ പറ്റുന്നത്ര അങ്ങനെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ കേൾക്കാനും അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതിൽ മാറ്റം വരുത്തി അങ്ങനെ ഏറ്റവും സലീമായ, ഏറ്റവും അഹ്ലുസുന്നത്തിന്റെ ശരിയായ മാർഗത്തിലായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാനും ഈ ഒരു സംസാരം കാരണമാക്കി തീർക്കുമാറാവട്ടെ. ഒന്നാമത്തെ വിഷയം നമ്മൾ പറഞ്ഞു പ്രീകോഷൻസ് ആണ്. എന്നുവെച്ചാൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഹവാരിജുകളായി നമ്മൾ പഠിക്കണം. അത് നമ്മൾ എന്താ പറയാ, നമ്മുടെ ചിന്തയെ തട്ടി ഉണർത്തുന്ന, നമ്മളെ പേടിപ്പെടുത്തുന്ന വലിയ വലിയ വിഷയങ്ങൾ അതിലുണ്ട്. വലൈക്കും അസ്സലാം. അതായത് ദീനുൽ ഇസ്ലാമിൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഇഫ്തറഖത്തിൽ യഹൂദു അലാ 71 ഫിർഖ വഫ്തറഖത്തിൽ നസാറ അലാ 72 ഫിർഖ വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു അലാ 73 ഫിർഖ എന്ന് പഠിപ്പിച്ച ഹദീസ് നമുക്കൊക്കെ അറിയുന്ന ഹദീസാണ്. ദൂതന്മാർ 71 വിഭാഗങ്ങളായി പിരിയും, നസറാണികൾ 72 പിരിയും, പിരിഞ്ഞിട്ടുണ്ട്, എന്റെ ഉമ്മത്ത് 73 പിരിയും എന്ന് പറയുന്ന കൂട്ടത്തിൽ അത് അവരുദ്ദേശിക്കുന്നത് ഈ 73 72 ഏതാളുകളാണ്? ബിദ്അത്തുകാരാണ്. അങ്ങനെയുള്ള ബിദ്അത്തിന്റെ കക്ഷികളിൽ ഏറ്റവും ആദ്യം വന്ന കക്ഷിയാണ് ആര്? ഖവാരിജുകൾ എന്ന് മാത്രല്ല, ഏറ്റവും ആദ്യം വന്നു എന്ന് മാത്രല്ല, ബിദ്അത്തിന്റെ ആളുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയധികം വിശദീകരിച്ച, ഇത്രയധികം താക്കീത് ചെയ്ത, ഇത്രയധികം സമൂഹത്തിന് ഫസാദ് ഉണ്ടാക്കിയ മറ്റൊരു ബിദ്അത്തിന്റെ കക്ഷിയില്ല. എത്രത്തോളം ഹദീസുകളിൽ അങ്ങനെ തന്നെ എടുത്തു പറഞ്ഞു, ഷർറുൽ ഖലീഖ, സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ആൾ എന്നുവെച്ചാൽ മുസ്ലിമീങ്ങൾ കേട്ടോ. ബിദ്അത്തിന്റെ കക്ഷികളിൽ ഏറ്റവും മോശപ്പെട്ട വ്യക്തികളാണ് ആര്? അതുകൊണ്ട് മറ്റൊരു ഹദീസിൽ കാണാം കിലാബുന്നാർ. ആരെ പറ്റി എന്താ പറഞ്ഞു? നരകത്തിന്റെ നായ്ക്കളാണ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നോ അതുമാത്രം പറഞ്ഞു നിർത്തിയില്ല. ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ ആണ് അവരുടെ ഇതുമായിട്ട് ജിഹാദും അവരുടെ ഈ ഹുറൂജുമായിട്ട് വരുന്നതെങ്കിൽ, ജിഹാദെന്ന് അവര് പറയാൻ കേട്ടോ, ജിഹാദല്ല, അതുമായിട്ട് അവര് വരുന്നെങ്കിൽ ഞാൻ അവരെന്ത് ചെയ്യും? ലഅഖ്തുലന്നഹും ഖത്ല ആദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ് സമൂഹത്തെ എങ്ങനെ നശിപ്പിച്ചോ അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? അവരെ നശിപ്പിക്കും. അവരെ കൊണ്ടുണ്ടാവുന്ന ഫസാദ് അത്രയും വലുതാണ്, മുസ്ലിമീങ്ങളല്ലാഞ്ഞിട്ടല്ല. ഇത്രയും എന്താ പറയാ, ചരിത്രത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇത്രയധികം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യാനും ഇത്രയധികം നമ്മളെ തൊട്ട് അതിന് ഒരുപാട് വിശേഷണം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മറ്റൊരു ബിദ്അത്തിന്റെ കക്ഷിയെ സംബന്ധിച്ച് വിശദീകരിച്ചു തരാത്ത അത്രയും ഈ ഹവാരിജുകളെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയധികം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പേടിക്കേണ്ട, മറ്റേത് ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് പേടിക്കുന്നതിനേക്കാളും നമ്മൾ പേടിക്കാൻ അർഹരായിട്ടുള്ളൊരു വിഭാഗമാണ് ആര്? ഖവാരിജുകൾ എന്നുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് കടക്കാം. അതിനെ ആമുഖമായിട്ട് പറഞ്ഞ ഈ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം,
ആഖിബത്ത്, അതായത് എന്താ പറയാ, ദീർഘവീക്ഷണം ഇല്ലാത്ത ഒരു പെരുമാറ്റം. എന്നുവെച്ചാൽ മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങളും പ്രവർത്തനങ്ങളും. എന്നുവെച്ചാൽ വികാരം, ഒരു ബുദ്ധിയെ എന്ത് ചെയ്യുക, വികാരം അതിജയിക്കുക എന്നുള്ളത്. നമുക്ക് മനുഷ്യനിൽ ബുദ്ധിയുണ്ട്, വികാരമുണ്ട്. ഈ ബുദ്ധിയേക്കാൾ വികാരം അതിജയിക്കുന്ന അവസ്ഥ, അത് അവരുടെ ആമായിട്ടുള്ള പ്രത്യേകതയാണ്. ഖവാരിജുകളുടെ പ്രത്യേകത എന്താ? ഇത് ആദ്യം തന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഇത് ഖവാരിജുകളുടെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ വിധത്തിലും പ്രത്യേകത. ഖവാരിജുകൾ ഇത് കൂടുതൽ പ്രകടമാണെന്ന് മാത്രം. അഖലിനേക്കാൾ എന്ത് ചെയ്യും, ആത്തിഫ, വികാരത്തെ എന്ത് ചെയ്യും, അവര് മുന്തിക്കും. അതുകൊണ്ട് തന്നെ കാര്യങ്ങളുടെ വരുംവരായിക നോക്കിക്കാണാനോ അതിന്റെ പര്യവസാനം എന്താണെന്ന് ചിന്തിക്കാനോ അവർക്ക് കഴിയൂല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതിന് നമ്മൾ ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഒരു അടയാളം പറഞ്ഞു തരാനുള്ള കാരണം എന്താ വെച്ചാൽ, ഈ ഒരു സാഹചര്യം പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളൊരിക്കലും ശരിയായ മനഹജിൽ തുടരാൻ ആഗ്രഹമുള്ള ആളുകൾ ഒരിക്കലും അവരുടെ ആതിഫത്തിന്, വികാരത്തിന് എന്ത് ചെയ്യരുത്, ബുദ്ധിയെക്കാളുമോ ശറഇനെക്കാളുമോ സ്ഥാനം കൊടുക്കാൻ പാടില്ല. വലിയ അപകടമാണ്, ഒരു വിഷയത്തിലും പാടില്ല. ഇത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഫായിദ എങ്ങനെയാണ്? അവരത് മുന്തിച്ചതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഒരുപാട് അപകടങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെട്ടെങ്കിൽ നമുക്ക് അത്തരം അപകടങ്ങളിലേക്ക് ചെന്ന് എത്തിപ്പെടാതിരിക്കാൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, വികാരത്തെ മുന്തിക്കാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സാഹചര്യം അവരുടേതായിട്ട് ഇബാദത്തിൽ വളരെയധികം പരിശ്രമിക്കുകയും, വളരെ ശ്രദ്ധിക്കണേ, ഇബാദത്തിൽ വളരെയധികം പരിശ്രമിക്കുകയും ഇൽമിൽ അങ്ങേയറ്റം സുഹൃത് കാണിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. വളരെ ശ്രദ്ധിക്കണം. ഇതിന്റെ ഒരു വശം നല്ലതാണ്, ഇബാദത്തിൽ പരിശ്രമിക്കുക എന്നുള്ളത് നല്ല കാര്യമാണ്. അതിനെല്ലാം നമ്മൾ കുറ്റം പറയണം. പ്രശ്നം അവിടെയല്ല. ഈ പരിശ്രമമൊന്നും എന്തിലില്ല, ആ പരിശ്രമത്തിന്റെ 100-1 പോലും എന്തിൽ കാണിക്കൂല, അവര് ഇൽമിൽ കാണിക്കൂല. വലിയ അപകടമാണ്. ഇൽമാണ് എന്ത് അല്ലെ, നമ്മൾ ദീനുൽ ഇസ്ലാം എന്നുള്ളത് ഇൽമിന്റെ ദീനാണ്. അതുകൊണ്ട് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞത് അൽ ഇൽമു ഖബലൽ ഖൗലി വൽ അമൽ. എന്തൊരു പ്രവർത്തനം, സംസാരമായിക്കോട്ടെ, പ്രവർത്തനം ആയിക്കോട്ടെ, എന്തൊരു കാര്യത്തിന് മുമ്പ് എന്തു വേണം, ഇൽമു വേണം, നിർബന്ധമാണ്. കാരണം നമുക്കൊരു കാര്യം നമ്മൾ പ്രവർത്തിക്കുന്ന എന്തിനാ, ഇബാദത്ത് ചെയ്യുമ്പോൾ, സംസാരമാണെങ്കിലും പ്രവർത്തനമാണെങ്കിലും എന്തിനാണ്, നമ്മുടെ ലക്ഷ്യം എന്നതുകൊണ്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താനുള്ളതാണ്. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ അള്ളാഹു എങ്ങനെ ചെയ്താലാണ് തൃപ്തിപ്പെടുക അങ്ങനെ തന്നെ ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഇൽമില്ലാതെ അറിയുകയില്ല. ഇതെന്താ പറയാൻ കാരണം എന്ന് വെച്ചാല്, ഹദീസുകളിൽ ഖവാരിജികളെ സംബന്ധിച്ച് വിശദീകരിക്കുമ്പോൾ അവരുടെ ഇബാദത്തിന്റെ വലിപ്പം അതെന്ത് ചെയ്തിട്ടുണ്ട്, വളരെ എന്താ വെച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന രൂപത്തിൽ. വിശ്വാസം പഠിപ്പിച്ചെന്താ വെച്ചാല്, സ്വഹാബത്തിനോട് പറയാം, സ്വഹാബത്തിന്റെ ഇബാദത്തിന്റെ വലിപ്പം നമുക്കറിയാം. ആ സ്വഹാബത്തിനോട് പറയണെന്ത്, അവരുടെ നിസ്കാരത്തിന്റെ മുന്നിൽ നിങ്ങളുടെ നിസ്കാരം ഒന്നുമല്ല, അവരുടെ നോമ്പിനും മറ്റു ഇബാദത്തുകൾക്ക് മുന്നിൽ നിങ്ങളുടെ ഇബാദത്തുകൾ ഒന്നുമല്ല. എന്നിട്ട് അതിന് തൊട്ടപ്പുറത്ത് പറയാൻ ശ്രദ്ധിക്കണേ, അപ്പൊ തന്നെ വിശ്വാസം പറയുന്നത് എന്താണ്, അവര് ഖുർആൻ നല്ലോണം പാരായണം ചെയ്യും, എന്നാലോ ആ ഖുർആൻ പാരായണം അവരുടെ തൊണ്ട വിട്ടിട്ട് എന്ത് ചെയ്യില്ല, താഴേക്ക് പോകൂല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം, എന്താ, ശരിയായ ഇൽമില്ല, ശരിയായ ഇൽമ അവർക്കില്ല. അത് വലിയ അപകടമാണ്. അതുകൊണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, എന്താണ്, ഒരാള് ഇൽമില്ലാതെ ഒരാൾ എന്ത് ചെയ്യണം, ഒരു കാര്യം നന്നാക്കാൻ ഒരാൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ
അവൻ നന്നാക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ എന്ത് ചെയ്യും? അതിനെ കേടുവരുത്തും. അത് വളരെ ഗൗരവമുള്ള വിഷയം. ഇൽമിന്റെ വിഷയം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഇൽമ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, സബബുകൾ റബ്ബ് മറ്റുള്ള കാലഘട്ടത്തിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത രൂപത്തിൽ നിങ്ങൾക്ക് റബ്ബ് എളുപ്പമാക്കി തന്നെ. അത് റബ്ബ് നിങ്ങൾക്കുള്ള അനുഗ്രഹമാണ്. നിങ്ങളോട് റബ്ബ് അത് ചോദിക്കുക തന്നെ ചെയ്യും. അതിനുള്ള മറുപടി നിങ്ങൾ റെഡിയാക്കിക്കും. വലിയ ഗൗരവമുള്ള വിഷയമാണ്. ഒരു സെക്കൻഡ് 24 മണിക്കൂറിൽ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് ദീൻ പഠിക്കാതിരിക്കാതെ വിട്ടുകളയാതെ നിങ്ങൾക്ക് പറ്റാൻ നിങ്ങൾ ഉദ്ദേശിച്ചാൽ പറ്റുന്നൊരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ദീൻ പഠിക്കുന്നില്ലെങ്കിൽ എന്നിട്ട് പഠിക്കാൻ നിങ്ങൾ ഓരോ അലംഭാവം കാണിക്കുക, ഓരോ സമയം പാഴാക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്ന ആളുകൾ ഖിയാമത്ത് നാൾ വേറെ ഉണ്ടാവില്ല. വലിയ ഗൗരവമുള്ള വിഷയമാണ്. പഠിക്കുക, നിങ്ങൾ നല്ലോണം പഠിക്കണം. എത്രത്തോളം നമുക്ക് പഠിക്കാൻ സാധിക്കും അത്രത്തോളം എന്ത് ചെയ്യണം? റഹ്മത്തുള്ളാഹ് പഠിക്കണം. കാരണം ഈ ദീൻ നിലനിൽക്കുന്ന തന്നെ വളരെ ശ്രദ്ധിക്കണം. ഉലമാക്കളുടെ ഫദ്ല് പറയുമ്പോൾ പണ്ഡിതന്മാർ അതിന്റെ ഒരു വജ്ഹ് പറയാം, ഒരു കാരണം പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഈ ഇൽമ് ഇവിടെ നിലനിൽക്കുന്നിടത്തോളം ഈ ദീൻ ഇവിടെ ദീനായി നിലനിൽക്കുള്ളൂ. നമുക്കൊക്കെ അറിയുന്ന ഹദീസാണെന്ത്? ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ വലാകിൻ യഖ്ബിദു ബിമൗത്തിൽ ഉലമ. അള്ളാഹു ഇൽമ ഒറ്റയടിക്ക് അങ്ങനെ എടുത്തു കളയൂല ദുനിയാവെന്ന്. അത് ഉലമാക്കൾ മരിക്കുന്നതിലൂടെയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ ഇത്തഖദൻ നാസു റൂസൻ ജുഹാല ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ ഫളല്ലു വഅദല്ലു. അങ്ങനെ ഒരു ആലിമും ബാക്കിയാവാത്ത അവസ്ഥ വരും. അപ്പൊ എന്താവും? അറിവില്ലാത്തവൻ ഫത്വ പറയാൻ തുടങ്ങും. അങ്ങനെ അവൻ ഫത്വ പറയുമ്പോൾ എന്താ? അവനും പഴയ്ക്കും, ഫത്വ കൊടുക്കപ്പെടുന്നവരും പഴപ്പിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ദീന് ഇവിടെ ദീനല്ലാതായി മാറുക. എന്നുവെച്ചാൽ ശരിയായ ശർഈയായ ഇൽമ് നിലനിൽക്കുന്നിടത്തോളം ഈ ദീൻ ബാക്കിയാവും. അല്ലെ? എല്ലാ കാലഘട്ടത്തിലും ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീനൽ ഹഖ്. എല്ലാ കാലഘട്ടത്തിലും ഒരു സമൂഹം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്, നമ്മൾ നിർഭയരായിരിക്കരുത് എന്റെ നാട്ടിലും ഉണ്ടാവും വിചാരിക്കണ്ട. അങ്ങനെ ഒരു നിർബന്ധം ഹദീസിലില്ല, ലവാസിമില്ല. ദുനിയാവിൽ എവിടെയെങ്കിലും ഉണ്ടാവുന്ന അർത്ഥമുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇൽമു പഠിക്കുന്ന ഒരുത്തനും ഇൽമിൽ പരിശ്രമിക്കുന്ന, അതിന് താല്പര്യം കാണിക്കുന്ന, അതിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്ന ഒരാളും ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരാളില്ലാത്ത അവസ്ഥയും വരാം. ആ ഹദീസിന് അങ്ങനെ അർത്ഥമില്ല. അങ്ങനെ നിർഭയരായിട്ട് റബ്ബ് നോക്കിക്കോളും വിചാരിച്ചിട്ടിരിക്കണ്ട. നമുക്ക് ചെയ്യണം, നമ്മൾ ചെയ്യണം. നമ്മൾക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യണം. എന്നിട്ടാണ് റബ്ബിൽ തവക്കലാക്കുക. വളരെ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു തന്നത്, അത് ഈ ഹദീസിൽ, ഈ ഹദീസിൽ തന്നെ അവരുടെ ഈ ഖുർആൻ തൊണ്ടക്കുഴി വിട്ട് താഴെ ഇറങ്ങൂല എന്ന് പറയുന്ന ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന അവരുടെ വിശേഷണം, അതിൽ ഹത്താ യുഅജിബ ബിഹിമുൻ നാസു വതുഅജിബഹും നുഫൂസുഹും. ശ്രദ്ധിക്കേണ്ട വിഷയം. ജനങ്ങൾ അവരുടെ ഇബാദത്ത് കണ്ട് അത്ഭുതപ്പെട്ടു. നമ്മുടെ വിഷയം അതല്ല. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവർക്ക് തന്നെ അവരുടെ സ്വന്തത്തോട് എന്ത് ചെയ്യും? മതിപ്പ് വരും, ഉജുബ് വരും. വലിയ ഗൗരവമുള്ള വിഷയമാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ ഹക്കിലാണ് 100%, ഒരു കുഴപ്പവും നമുക്കില്ല, ഒന്നും ഇനി ശരിയാക്കാനില്ല, എല്ലാം പെർഫെക്റ്റ് ഓക്കെയാണ്, 916 അല്ലെ, ആ രൂപത്തിലാണ് എന്നൊരു തെറ്റിദ്ധാരണ അവരിൽ എല്ലാവർക്കും ഉണ്ട്, ഓരോരുത്തർക്കും. അതവരുടെ പൊതുവായിട്ടുള്ള പ്രത്യേകത. ഇത് നമുക്കുണ്ടാവാൻ പാടില്ല. ഇത് വെച്ചാൽ ഇതിങ്ങനെ പ്രത്യേകത ഇങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാല് ഈ കാരണങ്ങളൊക്കെ മനുഷ്യന്റെ ഫിത്രത്തിനോട് അങ്ങേയറ്റം യോജിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ ഏറ്റവും ആദ്യം ഈ വിഭാഗം തന്നെ വിദേഹത്തുകാരായിട്ട് രംഗത്ത് വന്നത്. എന്ന് വെച്ചാൽ മനുഷ്യന്റെ ഫിത്രത്തിനോട് ഒരുപാട് അടുത്ത് നിൽക്കുന്ന കാര്യമാണ് എന്ത്? സ്വന്തം ഒരു ഞാൻ തന്നെ എന്താ സ്വയം മതിപ്പുള്ളവനാവുക എന്നുള്ളത് മനുഷ്യന്റെ ഫിത്രത്തിലുള്ള കാര്യമാണ്.
തന്നിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അത് തിരുത്താതിരിക്കാനുള്ള ആ ഒരു ദുരഭിമാനം എന്ന് പറയും മലയാളത്തിൽ. അത് മനുഷ്യന്റെ ഫിത്രത്തിനോട് അങ്ങേയറ്റം അടുത്തൊരു കാര്യമാണ്. ഇതില്ലാതാവുക എന്നുള്ളത്, അത് നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങേയറ്റം അകറ്റിക്കളയുക, ഒഴിവാക്കുക എന്നുള്ളത് നല്ല പണിയാണ്. നമ്മുടെ തെറ്റുകൾ തെറ്റാണ്, അത് ചൂണ്ടിക്കാണിച്ചു തന്നത് ആരാണെങ്കിലും പരസ്യമായി പറഞ്ഞ അല്ലെങ്കിൽ പരസ്യമായി ചെയ്തതാണെങ്കിൽ പരസ്യമായി തന്നെ തിരുത്താൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ എന്തിനാ പറയുന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും, അല്ലെങ്കിൽ അവരുടെ മൊത്തം ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലത് വരുമോന്ന് അറിയില്ല, സമയം കുറവാണ്. കാരണം ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളാണ് അവരെന്ത് ചെയ്തത്, ഖവാരിജുകളാക്കി തീർത്തത്. ഈ തെറ്റുകൾ എന്നുവെച്ചാൽ സ്വയം മതിപ്പുള്ളവനാവുക, ഉപദേശങ്ങൾ എന്ത് ചെയ്യുക, വകവയ്ക്കാതിരിക്കുക, അതിന് യാതൊരു വിലയും കൽപ്പിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു സ്വയം മതിപ്പ് ഇത് എങ്ങനെയാണ് അപകടത്തിലേക്ക് അവർ എത്തിച്ചെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണേ. ഖവാരിജുകളുടെ കാലഘട്ടത്തിൽ അവരാദ്യമായി രംഗത്ത് വന്ന ആ സമയത്ത് ഏത് ഖലീഫയുടെ കാലഘട്ടത്തിലാണ് രംഗത്ത് വന്നത്? തുടക്കം ഏറ്റവും ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉണ്ട്. എന്താ പറഞ്ഞത്? വളരെ ശ്രദ്ധിക്കണം നമ്മള്. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ എന്താ, ഒരു അർഹതപ്പെട്ട ഒരു വിഭാഗത്തിന് കൊടുക്കുന്നില്ല, ഒരു വിഭാഗത്തിന് കൊടുക്കുന്നു, അതും വളരെയധികം കൊടുക്കുന്നു, ഇപ്പുറത്തുള്ളവരൊന്നും കൊടുക്കുന്നില്ല. അപ്പൊ എന്തായി? വൈകാരികമായിട്ടുള്ള ഒരിടപെടലിന് അവിടെ എന്തായി? സാധ്യതയായി. അവിടെ എന്ത് ചെയ്യുന്നില്ല, അവന്റെ അഖലിനെ അവനെ ഉപയോഗപ്പെടുത്തുന്നില്ല. ഇത് അള്ളാഹുവിന്റെ റസൂലാണ്. അള്ളാഹുവിന്റെ റസൂൽ എന്ത് ചെയ്യില്ല? സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം എന്ത് ചെയ്യില്ല? ഒരു കാര്യം ചെയ്യില്ല. എന്ന ആ ഒരു അടിസ്ഥാന ചിന്ത പോലും അവന്റെ അഖലിൽ വരാതിരുന്നപ്പോഴാണ് എന്ത് ചെയ്തത്? എന്താ പറഞ്ഞത്? നിങ്ങൾ ചിന്തിക്കണം ആ ഒരു അവസ്ഥ. നമ്മളോട് ഒരാൾ എഴുതിൽ യാ ഫുലാൻ എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല, കാരണം നമുക്കൊക്കെ തെറ്റുകൾ പറ്റും, അല്ലെങ്കിൽ നീതി പാലിക്കാതിരിക്കുന്ന അവസ്ഥ മാനസികമായിട്ട് നമ്മളിലൊക്കെ വരും. ഇത് നീതിയുടെ ഒരു തരി പോലും ഒരിക്കലും എന്താണ് അതിലൊരു തരി വിട്ടുവീഴ്ച കാണിക്കാത്ത അള്ളാഹുവിന്റെ റസൂലിനോട് മുഖത്ത് നോക്കി പറയാണ് ഈ അദില്ല മുഹമ്മദ്. റസൂൽ തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഞാൻ നീതി പാലിച്ചില്ലെങ്കിൽ ആരെ നീതി പാലിക്കാൻ? ദുനിയാവ് മൊത്തം നീതിയിലാക്കാൻ വേണ്ടി അള്ളാഹ് അയച്ച വ്യക്തിയാണ് ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചോദിച്ച ചോദ്യം വെറുതെ ഫഖറായിട്ട് ചോദിച്ചല്ല, ആ നീതി പാലിക്കാൻ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് റസൂലിനെ അയച്ചത്. ആ റസൂലിനോട് ഇങ്ങനെ പറയുമ്പോൾ അവന്റെ അക്കലിനെ അവൻ എവിടെ എന്ത് ചെയ്തിട്ടില്ല? ഒരു തരി പോലും, ഒരു ശതമാനം പോലും അവിടെ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചെറിയ കുട്ടിക്ക് പോലും സാമാന്യ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇവന്റെ വികാരത്തവൻ മുൻകടത്തിയപ്പോ എന്തായി? അവിടെ മാഞ്ഞുപോയി. അത്രയും വലിയൊരു അടിസ്ഥാനം. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ചാല്, അതിനുശേഷം ഈ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ ഈ ഖവാരിജുകൾ, അതായത് അലി റളിയല്ലാഹു അൻഹുവിനോട് ആ സമയത്താണ് ശരിക്കും അവരെന്ത് ചെയ്ത് ഒരു സൈന്യമായിട്ട് ഹറൂറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവർ സൈന്യമായി തന്നെ എന്തായി തമ്പടിക്കുകയും അവരുമായിട്ട് അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടാവുകയും ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ കാലഘട്ടത്തിലെ
ആ കാലഘട്ടത്തിലെ എല്ലാ ഉലമാക്കളും സ്വഹാബികളാണ് എന്നുള്ളതിൽ ആർക്കും സംശയമുണ്ടോ? വളരെ ശ്രദ്ധിക്കണം. ആ കാലഘട്ടത്തിലെ ഉലമാക്കൾ എല്ലാവരും സ്വഹാബികളാണെന്നുള്ളതിൽ ആർക്കും സംശയമുണ്ടോ? എല്ലാവരും. എന്നുവെച്ചാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅത്തിനെ പറ്റി ഏറ്റവും അധികം അറിവുള്ള എല്ലാവരും സ്വഹാബത്തിന്റെ കൂടെയാണ്. എന്താ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബി പോലുമില്ല. അവരുടെ കൂട്ടത്തിൽ ഒരു സ്വഹാബി പോലുമില്ല എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെ ഉലമാക്കളിലേക്ക് ഇവരെന്ത് ചെയ്യായിരുന്നില്ല? അവരുടെ കാര്യങ്ങൾ മടക്കിയിരുന്നില്ല. വളരെ ശ്രദ്ധിക്കണം. അവരുടെ വിഷയത്തിൽ ആ കാലഘട്ടത്തിലെ ഉലമാക്കളിലേക്ക് അവരെന്ത് ചെയ്തിരുന്നില്ല? ആ കാര്യം മടക്കിയിരുന്നില്ല. ഇത് വലിയ വിഷയം, വളരെ ഗൗരവമുള്ള വിഷയം. ഹവാരിജുകളാക്കി തീർക്കുന്നതിൽ ഏറ്റവും വലിയൊരു വിഷയമാണെന്ത്? അവരവരുടെ കാലഘട്ടത്തിലെ അഹ്ലുൽ ഇൽമിലേക്ക് മടങ്ങിയിരുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണെന്ത്? ഈ ഹറൂറയിലേക്ക് ആര് പോയി മുനാദറ നടത്താൻ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോയി. അത് വലിയൊരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട്, ആ സംഭവം കഴിഞ്ഞിട്ട്, ഈ മുനാദറ കഴിഞ്ഞ് അവർക്കുള്ള ശുബ്ഹത്തുകൾ നീക്കി കൊടുത്തപ്പോ തന്നെ എന്തായി? അവരുടെ പകുതി പേരും എന്തായി? മടങ്ങി, തൗബ ചെയ്ത് മടങ്ങി. എന്ന് വെച്ചാൽ അത്രയും പേർക്ക് എന്താണ്? അടിസ്ഥാന വിഷയങ്ങൾ പോലും ജഹലാണ്, അറിയില്ല. ഇത് നമുക്കുള്ളൊരു പാഠാണ്. എന്നുവെച്ചാൽ നമ്മളെപ്പോഴും അതും എന്തെങ്കിലും ഇൽമുള്ള ആളുകളിലേക്കല്ല, അവരുടെ കൂട്ടത്തിൽ എന്തൊക്കെയോ ഇൽമുള്ള ആളുകളൊക്കെ ഉണ്ട്. പറഞ്ഞില്ലേ, ഖുർആൻ ഓതുന്ന ആളുകളൊക്കെ, അതൊക്കെ വലിയ ഇൽമ തന്നെയാണ്. പക്ഷേ കൂടുതൽ ഇൽമുള്ള ആളുകൾ എവിടെയാ? കൂടുതൽ എണ്ണമല്ല കേട്ടോ, ഇൽമ കൂടുതലുള്ള ആളുകൾ എവിടെയാ? സ്വഹാബികളുടെ കൂടെയാണ്. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അൽ ബറക്കത്തു മഅ അകാബിരിക്കും. നിങ്ങൾക്ക് ബറക്കത്ത് എവിടെയുള്ളത്? നിങ്ങളിലെ അകാബിർ. അകാബിർ എന്ന് പറഞ്ഞാൽ ആരാ? എങ്ങനത്തെ പണ്ഡിതന്മാര്? എന്തു മുതിർന്നു? പ്രായം കൊണ്ടും ഇൽമുകൊണ്ടും. പ്രായം കൊണ്ടും ഇൽമുകൊണ്ടും ഇങ്ങനെയുള്ള പണ്ഡിതന്മാരെ മുറുകെ പിടിക്കുക, അത് നമ്മൾക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനോട് എന്ത് ചെയ്യാം? എല്ലാ കാര്യങ്ങളും ചോദിക്കുക. അത് വലിയൊരു നിഅമത്തായിരുന്നു. പക്ഷേ അള്ളാഹു നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? അങ്ങനെ പൂർണ്ണമായിട്ടും കൈവടിഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിപ്പിച്ചതിലൂടെ നമുക്ക് അതേ ജീവിതം അല്ലെങ്കിൽ അതേ രൂപത്തിൽ നമുക്ക് ശരീഅത്ത് അന്ന് പഠിപ്പിച്ച രൂപത്തിൽ വ്യക്തമാക്കുന്ന ഉലമാക്കൾ അള്ളാഹു നമുക്ക് പകരം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പക്ഷെ നമുക്ക് അവരെ മുറുകെ പിടിക്കാനുള്ള നിർബന്ധം എല്ലാ വിഷയത്തിലും. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നിങ്ങളെ വലിയ കിബാറുൽ ഉലമാകളിലേക്ക് നിങ്ങൾ ആരെങ്കിലും നിങ്ങളെ തടയുന്നുണ്ടെങ്കിൽ അവനെ സൂക്ഷിച്ചോ. അവൻ നിങ്ങളുടെ ശത്രുവാണ്. അള്ളാഹുവാണേ സത്യം, അവൻ ശത്രുവാണ്. നിങ്ങളോട് എത്ര നസീഹത്തോട് പറയാനെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, നിങ്ങളോട് എത്രയൊക്കെ ഒലിപ്പിച്ച് പറയുകയാണെങ്കിലും അവൻ നിങ്ങളുടെ ശത്രുവാണ്. എന്തൊക്കെ കാരണം അവൻ നിങ്ങൾക്ക് പറഞ്ഞത്, എന്തൊക്കെ ന്യായീകരണം അവന് ന്യായീകരണം പറയാനുണ്ടെങ്കിലും അവൻ നിങ്ങളുടെ ശത്രു തന്നെയാണ്. അള്ളാഹുവാണ് സത്യം, നിങ്ങളോട് നസീഹത്തുള്ളവനല്ല. എന്തെങ്കിലും കാരണം വന്നിട്ട് നമ്മളെ കിബാറിൽ ഉലമാകളിൽ തടയുന്ന ഒരാളുണ്ടെങ്കിൽ അവൻ നമ്മുടെ ഫസാദാണ്. അവൻ ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ ഇല്ലെങ്കിലും നമ്മുടെ ഫസാദിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യും? ക്ഷണിക്കുന്നത്. എന്തൊക്കെ ന്യായീകരണമാണ് സുബ്ഹാനല്ലാഹ് നാട്ടിലെ ആളുകൾ പറയാൻ. ഈ പറഞ്ഞ ഇഖ്വാനികൾ, ഇവരെ ഈ ആധുനിക ഖവാരിജികൾ എന്ന് പറഞ്ഞ് വെറുതെ എന്റെ തലയെ പൊട്ടിമുളിച്ചൊരു ആശയം പെട്ടെന്ന് ചാടിക്കറി പറഞ്ഞൊന്നുമല്ല. അവരെടുത്തു നോക്കിയേ, ഓരോ വിഷയങ്ങളിലും ഈ ഉലമാക്കളുടെ മടക്കുന്ന വിഷയം, വലിയ കിബാർ ഉലമകൾ ഇവരെന്ത് ചെയ്യും? എന്താ ചെയ്യുക? ഇവരിലേക്ക് ആളെ പിടിക്കാൻ എന്താ ചെയ്യുക? ആദ്യം ജനങ്ങൾ അവരെ തടയും. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് അവർ ചെയ്യെന്താ? ഈ കിബാറിൽ ഉലമകളെ ജനങ്ങളും തടയും. അതിന് എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റും അതൊക്കെ അവർ ചെയ്യും.
പച്ചക്കളവ് വരെ അവർ പറയും. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? പലതും പറയാൻ പ്രയാസമുണ്ട്. ഹൈദ് നിഫാസിന്റെയും എന്നുവെച്ചാൽ ഈ സ്ത്രീകളുടെ അടിപ്പാവാടയ്ക്ക് ഉള്ളിലുള്ള വിഷയങ്ങൾ മാത്രം അതുമാത്രം അറിയുകയും ചർച്ച ചെയ്യുകയും അതിന് മാത്രം സാധിക്കുന്നവരാണെന്ന് പറയും. മറ്റുള്ള ഫിഖുൽ വാഖി അവർക്ക് അറിയില്ല എന്ന് പറയും. ഇന്ന് നടക്കുന്ന വർത്തമാന കാലഘട്ടത്തിലെ കാര്യങ്ങൾ അവർക്ക് അറിയില്ല എന്ന് പറയും. ഇതെന്തിനാ പറയുന്നത് അറിയോ? എന്തിനാ പറയുന്നത്? ഇത്തരം വിഷയങ്ങളിൽ കിബാർ ഉലമകളിലേക്ക് നമ്മൾ മടക്കാതിരിക്കും. ശ്രദ്ധിക്കണം, ഇവരുടെ തന്ത്രങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെന്തു പറയും? ഇവർ സുൽത്താൻമാരുടെ പണം കണ്ടെന്ത് ചെയ്യാണ്? കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ വാള് കണ്ട് പേടിച്ച് മിണ്ടാതിരിക്കുകയാണ്. ഇതൊക്കെ പറയുന്നവർ ശ്രദ്ധിച്ചോ, നമ്മൾ വഞ്ചിക്കുകയാണ്. അള്ളാഹുവാണ് സത്യം. ഇംഗ്ലീഷിൽ പറയാറുണ്ട് എന്താ? സ്കോളേഴ്സ് ഫോർ ഡോളേഴ്സ് എന്ന് പറയാറുണ്ട്. ആരെ പറ്റിയിട്ട് പറയുന്നറിയോ? അൽബാനി റഹ്മുള്ള പോലെയുള്ള ആളുകൾ. അവരുടെയൊക്കെ ജീവിതം വായിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവാണ് സത്യം, ഒരു ദിവസം പോലും അവരെ അവൻ ജീവിച്ചിട്ടുണ്ടാവില്ല. ഒരു ദിവസം പോലും ജീവിച്ചിട്ടുണ്ടാവില്ല. ഹദീസുകൾ എഴുതി വെക്കാൻ അതിന് പുസ്തകം കടലാസ് വാങ്ങിക്കാൻ പൈസ ഇല്ലാനിട്ട് വീട്ടിലെ സാധനങ്ങൾ, കരിയും സാധനങ്ങൾ വാങ്ങിക്കും. അതിന് റെസീറ്റായിട്ട് കിട്ടുന്ന റെസീറ്റിന്റെ പുറകിലുള്ള ഭാഗത്തും ആ വരികൾക്കിടയിലൂടെയൊക്കെ ഹദീസുകൾ തഹ്രീജുകൾ എഴുതി വെച്ച അൽബാനി റഹ്മുള്ള ആർക്കറിയാം? ഈ പണ്ഡിതന്മാരെ പറ്റിയിട്ട് എന്ത് ചെയ്യണം? പണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താ പേടിച്ചിട്ട് എന്നൊക്കെ പറയാം. അപ്പൊ ഇങ്ങനെ നിങ്ങളോട് പറയുന്ന ഒരാളുണ്ടെങ്കിൽ വല്ലാഹി അവൻ നിങ്ങളോട് നസീഹത്ത് കാണിക്കുന്നവനല്ല. നമ്മുടെ നാട്ടിൽ വേറൊരു സംഘം പറയുന്നുണ്ടാ, വേറെ കുറെ ആളുകൾ എന്താ പറയുന്നറിയോ? ഉലമാക്കൾക്ക് എന്തറിയില്ല, നമ്മുടെ നാട്ടിലെ സാഹചര്യം അറിയില്ല എന്ന് പറയുന്ന ആളുകളില്ലേ? സത്യമായിട്ടും അവര് നിങ്ങൾ എന്ത് ചെയ്യണം? തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരു ഉമ്മാക്ക് അവന്റെ മകൻ അറിയുന്നതിനേക്കാളും എന്തറിയാം? ഉലമാക്കൾക്ക് നമ്മുടെ നാട്ടിലെ സാഹചര്യങ്ങൾ അറിയാം. അള്ളാഹുവാണ് സത്യം. നിങ്ങൾ ഉലമാക്കളെ പറ്റി എന്താ വിചാരിച്ച്? അവർ ഇതിനു വേണ്ടിയിട്ട് അവരുടെ കുടുംബത്തിനെ ശ്രദ്ധിക്കാനായിട്ടും മറ്റ് ദുനിയാവിപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടും സമ്പത്തുണ്ടാക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിട്ട് അതൊക്കെ വിട്ടെറിഞ്ഞിട്ടും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇവര് കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ ഇതൊന്നും പഠിക്കുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിച്ചോ? ഇതൊക്കെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നിങ്ങളെ ഒരാളെ ഏതെങ്കിലും കിബാർ ഉലമകളിൽ നിന്ന് തടയുന്നുണ്ടെങ്കിൽ അപകടം മണത്തോ. ശ്രദ്ധിക്കണം, വലിയ ഗൗരവമുള്ള വിഷയം, വലിയ ഗൗരവമുള്ള വിഷയം. എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് പറയാനുണ്ടാവും. സഹാബത്തിനെ പറ്റിയിട്ട് എന്തൊക്കെ പറയാ? ഖവാരിജുകൾക്ക് അലി റളിയല്ലാഹു അൻഹു കൂട്ടുകാരനാണെന്ന് പറയാം, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആളുകളാണെന്ന് പറയാം, അല്ലെങ്കിൽ ഖുറൈശികളാകുമ്പോൾ ആ ഖുറൈശികൾ ആ ഗോത്ര അസബിയത്തുണ്ടെന്ന് പറയാം. എന്തൊക്കെ പറയാം അവർക്ക്? അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈ സ്വഹാബത്ത് നിന്ന് ഇവരെ തടയുന്നത്. അതേപോലെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ വലിയ ഉലമാക്കളും തടയുന്നു. അങ്ങനെ ഈ തടയുമ്പോൾ തന്നെ എന്തായി? ഇവരുടെ തന്ത്രങ്ങളിൽ വലിയൊരു ശതമാനം അവിടെ വിജയിക്കുകയാണ്. പിന്നെ അതിന്റെ ബാക്കി ഭാഗം, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബാക്കി ഭാഗം എന്താണ്? ബാക്കി ഭാഗം പകുതി പേരെ പോയുള്ളൂ, ബാക്കി പകുതി പേര് പോയില്ല. എന്നുവെച്ചാൽ ചിലർക്ക് ഇൽമ കിട്ടാത്തതിന്റെ കുറവായിരിക്കും. അവർ ഉലമാക്കളിലേക്ക് എത്തി എന്ത് ചെയ്യും? അവർ രക്ഷപ്പെടും, ശരിയാവും. പക്ഷെ ചിലർക്ക് ഉലമാക്കളിലേക്ക് എത്തിയാൽ എന്താവൂല? രക്ഷപ്പെടൂല. പക്ഷെ അവർ മാറാൻ തയ്യാറല്ല. അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അവരങ്ങനെ ആയി മാറാനുള്ള കാരണം എന്താ? അത് നമ്മൾ പഠിക്കണം. അതുവരെ അങ്ങനെ ആയി മാറാനുള്ള കാരണം എന്താ? എന്താണ്? നിങ്ങൾ പറയും. എന്തുകൊണ്ടായിരിക്കും ഈ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് ആ മസലകൾ കൃത്യമായി വ്യക്തമാക്കി കൊടുത്തിട്ടും പകുതി പേര് മാത്രമേ പോയുള്ളൂ? ബാക്കി പകുതി പേര് എന്തുകൊണ്ട് പോവാതിരുന്നു? ശരിയാണ്. ഒന്നാമത്തത് നിങ്ങൾ പറഞ്ഞാണ്. രണ്ടാമത്തത് ദുനിയാവിനോടുള്ള മോഹം. വലിയ വിഷയമാണ്, ഗൗരവമുള്ള വിഷയം.
ഒന്നാമത്തെ കിബർ. ഒന്നാമത്തത് കിബർ. രണ്ടാമത്തത് ദുനിയാവിനോടുള്ള മോഹം. പ്രത്യേകിച്ച് അധികാരത്തോട്. ഈ രണ്ട് കാര്യങ്ങളുണ്ട്. ദുനിയാവെന്ന് പറയുന്നത് ഏറ്റവും അധികം പേടിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എന്ത്? അധികാരവും സമ്പത്തും. എപ്പോഴും ശ്രദ്ധിച്ചോ, ദുനിയാവെന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും നമ്മൾ പേടിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് അധികാരവും സമ്പത്തും. എന്നുവെച്ചാൽ മാനവിയായിട്ട്. മാനവി അല്ലാണ്ട് ഏറ്റവും പേടിക്കേണ്ടത് എന്താ? സ്ത്രീകളുടെ ഫിത്തനയാണ്. അത് വേറെ വിഷയം. മാനവിയായിട്ട് ദുനിയാവിന്റെ ഏറ്റവും അധികം പേടിക്കേണ്ട, നമ്മൾ ഏറ്റവും അധികം തൊലാലത്തിലേക്ക് ഹക്കെന്ന് നമ്മളെ തടയുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്ത്? അധികാരത്തോടുള്ള മോഹം, അല്ലെങ്കിൽ സമ്പത്തിനോടുള്ള ആർത്തി. ഇതൊക്കെ ഞാനെന്തിന് ഇത്രയും ഗൗരവപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്നതാണ് പലതും. എന്തിനെങ്ങനെ പറയുന്നത് എന്തിനാ വെച്ചാല്, ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ ഫിത്തറത്തിനോട് അത്രയധികം കൂടിക്കലർന്ന് നിൽക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്രയധികം അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളതിൽ വീണുപോകും. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എങ്ങനെ, എന്ത് കാരണങ്ങളാലാണ് ഈ ഖവാരിജുകളായി മാറി എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതൊക്കെ ഈ പ്രീകോഷൻസ് ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ എടുക്കണം. നമ്മൾ ഒരുങ്ങി തന്നെ നമ്മൾ എന്താ പറയാ, ഒരുപാട് നമ്മളിപ്പോ യുദ്ധത്തില് ആക്രമണം നമുക്ക് കിട്ടാൻ, ഒരു അറ്റാക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ വെറുതെ കൈയും വീശി നിൽക്കൂല. നമുക്ക് ആയുധം കയ്യിലില്ലെങ്കിലും ഏറ്റവും മിനിമം ഒരു ആയുധം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ നിലനിൽക്കാനുള്ള സെക്യൂരിറ്റി കാര്യങ്ങൾ എന്തുണ്ടാവും, നമ്മുടെ മേലുണ്ടാവും. ഇതിനേക്കാൾ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് എന്ത്? നമ്മുടെ ദീനിന്റെ സെക്യൂരിറ്റി. ഈ ശുഭത്തുകൾ ഇങ്ങനെ തലങ്ങും വിരങ്ങും ഈ യുദ്ധത്തിൽ ഇങ്ങനെ ആയുധങ്ങൾ പറന്നു കളിക്കുന്ന പോലെ എല്ലായിടത്തുനിന്നും നാനാദിക്കുകളും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ പറന്നു വരുമ്പോൾ, തലങ്ങും വിലങ്ങും വന്നുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ ഈ പടച്ചട്ട സ്വീകരിച്ചിട്ടില്ലെങ്കിലോ നമുക്ക് പിന്നെ എന്ത് ബാക്കിയുണ്ടാവുക ദീനെന്ന്? ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതെന്ത് ചെയ്യണം? മുൻകരുതലുകൾ നമ്മൾ എടുത്തേ മതിയാവും. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം അത്രയും ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടം. ഈ മുൻകരുതലുകൾ എടുക്കാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയൂല. ഇന്നല്ലെങ്കിൽ നാളെ എന്താവും? ഒരു ആയുധം അവന്റെ മേലെ ഏൽക്കും. അത്രയും ശുഭഹത്തുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രചരിക്കുന്നുണ്ട്. അത് പലതും നമുക്ക് തുടക്കത്തിൽ നിസ്സാരമായിട്ട് തോന്നാം. പല ശുഭഹത്തുകളും തുടക്കത്തിൽ നിസ്സാരമായിട്ട് തോന്നാം. ഏതുപോലെ വലിയൊരു മരത്തിൽ ചെറിയൊരു ഇത്തിൽ കണ്ണി തുടങ്ങുമ്പോൾ ഈ വലിയ മരത്തിന് ഈ ഇത്തിൽ കണ്ണി ഇപ്പൊ എന്താക്കാനാ എന്ന് നമുക്ക് തോന്നണ്ട. അപ്പൊ അത് പെറിച്ച് കളഞ്ഞില്ലെങ്കിൽ ആ ചെറിയൊരു ഇത്തിൽ കണ്ണി മതി എന്ത് ചെയ്യാൻ? ആ വലിയൊരു മരത്തിന്റെ ഗുണം മുഴുവൻ ഇല്ലാണ്ടാക്കാൻ. നമ്മൾ വളരെയധികം എന്ത് ചെയ്യണം? സജ്ജരായിരിക്കണം, ഒരുങ്ങിയിരിക്കണം. എല്ലാ മുൻകരുതലുകളും എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ശുഭഹത്ത് വന്നാലും നമ്മളെ ബാധിക്കാതിരിക്കുന്ന തരത്തിൽ നമ്മളാവണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇൽമു പഠിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഉലമാക്കളായിട്ട് എപ്പോഴും ബന്ധം വേണം. എത്രത്തോളം നിങ്ങൾക്കൊരു കാര്യം, ഒരു വിഷയം വന്നെത്തി കിട്ടിക്കഴിഞ്ഞാൽ ഉലമാക്കളോട് ചർച്ച ചെയ്തിട്ടല്ലാതെ നിങ്ങളത് വിശ്വസിക്കാൻ പോലും നിൽക്കണ്ട. അങ്ങനത്തെ അത്രയും ഒരു ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടമാണ്. വളരെ ഗൗരവത്തിലാണ് എന്ത് ചെയ്യുന്നത് ഈ വിഷയങ്ങൾ ഞാൻ പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു എല്ലാ മുൻകരുതലും എടുത്ത് മരിക്കും വരെ ശരിയായ അഹ്ലുസ് സുന്നത്തിന്റെ മാർഗത്തിൽ റബ്ബ് നമ്മളെ ആക്കി തീർക്കുമാറാവട്ടെ. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഈ മുൻകരുതലുകളല്ലാതെ
എങ്ങനെയാണ് അവർ തിരിച്ചറിയാന്നുള്ളത് അലാമാത്തുകൾ അതിലെല്ലാം പറയാൻ കഴിയില്ല. പ്രധാനപ്പെട്ടത് ഗൗരവമുള്ള ചില വിഷയങ്ങൾ. അതില് ഏറ്റവും ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ വിഷയം തക്ഫീറാണ്. നമ്മൾ പറഞ്ഞു, ഇതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മൾ പറഞ്ഞു. ഉലമാക്കൾ പറയുന്നുണ്ട് തൻഫീർ, തക്ഫീർ, തഫ്ജീർ. ഇതാണ് അവരുടെ സ്റ്റെപ്പുകൾ. തൻഫീർ എന്ന് പറഞ്ഞാൽ എന്താ തൻഫീർ? തൻഫീർ എന്ന് പറഞ്ഞാൽ ഓട്ടിക്കാന്നർത്ഥം. ജനങ്ങളെ ഉലമാക്കളിൽ നിന്ന് അകറ്റാം. എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. തൻഫീർ. പിന്നെയോ പിന്നെ അടുത്താണ് തക്ഫീർ. തക്ഫീറും കൂടെ അതിലേക്ക് അടുത്തെത്തിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നതാണ് എന്ത്? തഫ്ജീർ. തഫ്ജീർ പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുക. ഇതാണ് ഇപ്പൊ ഇന്ന് അവരുടെ രീതി. അതിൽ തക്ഫീറിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ത്? അത് ദീനുൽ ഇസ്ലാമിലെ ഒരു കായികയാണ്. ഒരു പ്രവർത്തനവും അത് പ്രവർത്തിച്ച ഒരാളും തമ്മിൽ ദീനുൽ ഇസ്ലാം വേർതിരിക്കുന്നത് ഒരു കായികയാണ്. ഫിഅലും ഫായിലും തമ്മിൽ ദീനുൽ ഇസ്ലാമിൽ എന്തുണ്ട്? വേർതിരിവുണ്ട്. ഫിഅലും ആ ഫിഅൽ പ്രവർത്തിച്ച ഫായിലും ദീനുൽ ഇസ്ലാമിൽ അതിനെന്തുണ്ട്? വേർതിരിവുണ്ട്. എന്നുവെച്ചാൽ എല്ലാ കുഫർ ചെയ്തവനും കാഫറായിക്കൊള്ളുന്നില്ല. എല്ലാ ബിദ്അത്ത് ചെയ്തവനും മുബത്തദി ആവണമെന്നില്ല എന്നതുപോലെ തന്നെ എല്ലാ കുഫർ ചെയ്തവനും കാഫറായിക്കൊള്ളുന്നില്ല. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യാം? കാഫറാക്കുന്ന വിഷയം, വ്യക്തിയെ കാഫറാക്കുന്ന വിഷയം, അത് എല്ലാ ആളുകൾക്കും ചെയ്യാനുള്ള വിഷയമല്ല. വളരെ ശ്രദ്ധിക്കണം. എല്ലാ ആളുകൾക്കും ഇറങ്ങി കളിക്കാനുള്ളൊരു വിഷയമല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ എന്ത് ചെയ്യണം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹി നവാഖിദുൽ ഇസ്ലാം പഠിച്ചിട്ട് 10 നവാഖിദുകൾ ഉണ്ടല്ലോ, അതിൽ പഠിച്ചു. അതിൽ ഓരോ നാഖിദുകൾ കാണുമ്പോഴും അവനൊക്കെ എന്ത് ചെയ്യണം? നീ കാഫറാണെന്ന് പറയാം. അല്ലെങ്കിൽ അവനെ കാഫറായി വിധി എഴുതാണ്. അത് നമ്മൾക്ക് എല്ലാ ആളുകൾക്കും നിശ്ചയിച്ചിട്ടുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ പെട്ടെന്ന് ഒരു കുഫർ ചെയ്യുന്ന ഒരാളെ കാഫറാക്കാൻ പറ്റാത്ത? എന്തുകൊണ്ടാണ്? എന്ത് വേണം? ഷർത്തുകൾ ഒത്തുവരണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ ഒരാൾ നിസ്കരിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം എന്താ ചോദിക്കേണ്ടത്? നിസ്കാരത്തിന് ഷർത്തുകൾ ചോദിക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ ഷർത്തുകൾ എന്താ ചോദിക്കണം. എന്തൊരു കാര്യം. കാരണം ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ ദീനാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യണമെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. എന്തറിയണം? അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയണം. എങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്താൽ പോരാ. കാരണം ഇബാദത്തിന്റെ ഷർത്താണെന്ത്? മുതാബാവാണ്. എന്നുവെച്ചാൽ എങ്ങനെ ചെയ്താലാണോ റബ്ബിന് തൃപ്തിയാവുക അങ്ങനെ തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഈ തക്ഫീറിന്റെ വിഷയത്തിൽ എന്തുണ്ട്? എല്ലാ കാര്യത്തിലും ഷുറൂത്തുകളുള്ളതുപോലെ തന്നെ തക്ഫീർ എങ്ങനെയായിരിക്കണം അതിന് ഷുറൂത്തുകളുണ്ട്. ആ ഷുറൂത്തുകൾ ഒത്ത ഒരാളെ എന്താവുള്ളൂ? കാഫിറാവുകയുള്ളൂ. ആ ഷുറൂത്തുകൾ അതുപോലെ തന്നെ
തക്ഫീർ വരാതിരിക്കാനുള്ള മവാനികളുണ്ട്, തടസ്സങ്ങളുണ്ട്. ഈ മവാനികളിൽ ഏതെങ്കിലും ഒന്ന് വന്നൊരാൾ അവനെന്താവൂല, കാഫർ ആവുകയില്ല. കുഫർ പ്രവർത്തിച്ചവനാണെങ്കിലും അവനെന്താവൂല, കാഫർ ആവുകയില്ല. നമ്മൾ ഉറങ്ങിപ്പോണ്ട്, ചോദ്യം ചോദിക്കാം. ഒരു മുസ്ലിമായ ഒരാള് കാഫറായി കഴിഞ്ഞാൽ അയാൾക്ക് എന്താ പറയാം? അടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മാത്രം പറഞ്ഞാൽ നിങ്ങളുടെ ഉറക്കം ശരിയാവുള്ളൂ. മുസ്ലിമായ ഒരാള് കാഫറാവുന്നതിനാണ് എന്ത് പറയാം? മുർത്തദ് എന്ന് പറയാം. മുർത്തദിന്റെ ദീനുൽ ഇസ്ലാമിലെ വിധി എന്താ? അവനുള്ള ശിക്ഷ എന്താ? ചോദിക്കട്ടെ. മൻ ബദ്ദല ദീനഹു ഫഖ്തുലൂഹു, ബദ്ദല ദീനഹു ഫഖ്തുലൂഹു. ഇത് എവിടത്തെ വൈഫായ ഹദീസാണോ? എവിടെയുള്ള ഹദീസാ? ബുഖാരിയിലോ മുസ്ലിമിലോ? ശുഭഹത്തുകൾ വന്നിട്ട് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നിങ്ങൾ പഠിക്കുക? മുർത്തത്തിന്റെ വിധി എന്താ? നമ്മുടെ വിഷയം എന്താ? ഖവാരിജിലെ മുസ്ലിമുകളൊക്കെ കൊന്നു തീർക്കുന്ന എന്തുകൊണ്ടാ? എന്ത് പറഞ്ഞിട്ടാണ്? അപ്പൊ മുർത്തദിന് വിധി എന്താ? ബദ്ദല ദീനഹു ഫഖ്തുലു, അവനെ വധിക്കുക എന്നുള്ളതാണ്. ഇതാരെ നടപ്പിലാക്കേണ്ടത്? ഭരണാധികാരിയാണ്. അപ്പൊ ഈ വിഷയത്തിൽ അപകടം സംഭവിക്കും. ഇവർക്ക് തെറ്റിപ്പോയിട്ടുള്ള, പഴച്ചുപോയിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ്, രണ്ട് ഭാഗത്താണ്. ശരിക്കും ശ്രദ്ധിക്കണേ. ഈ വിഷയത്തിൽ ഇവർക്ക് പഴച്ചുപോയിട്ട് രണ്ട് ഭാഗത്താണ്. ഒന്നാമത്തത് ഈ ശുറൂത്തുകൾ ശ്രദ്ധിക്കാതിരിക്കാമെന്നാണ്. ഷുറൂത്തുകൾ ശ്രദ്ധിക്കാതിരിക്കാമെന്നാണ്. പക്ഷെ ഷുറൂത്തുകൾ ഒത്തിട്ടില്ലാത്തവൻ എന്ത് ചെയ്യും? കാഫറാക്കും. ഷുറൂത്തുകൾ ഒത്തിട്ടില്ലാത്തവനെയും കാഫറാക്കും. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഇവർക്ക് മറ്റൊരു കായികയുണ്ട്, അറിയോ? അല്ല, അത് പിന്നെ വൻപാപത്തിലേക്ക് വരാം. കുഫറായി ബന്ധപ്പെട്ട് മറ്റൊരു കായികയുണ്ട്. ഇവരൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം പറയവര് അയ്യവ വല്ലം യുക്കഫിരിൽ കാഫറ ഫഹുവ കാഫർ. കാഫറിനെ കാഫറാക്കാത്തവൻ കാഫറാണ്. ഇവിടെ വിഷയം വരുന്നത് എങ്ങനെയാ വെച്ചാൽ, ഇവര് മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുന്നില്ലേ? ഇപ്പൊ ഈ ISIS ആണെങ്കിലും അൽ-ഖായിദ ആണെങ്കിലും ഇവര് കൊന്നു തീർത്തിട്ടുള്ള ആളുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളെ കാണാൻ സാധിക്കും. അതും ശരിയായ അഹ്ലുസുന്നത്തിന്റെ ആളുകളെ. അഫ്ഗാനിലൊക്കെ അവിടുത്തെ സഹോദരന്മാർ പറയുന്നത് എന്താ വെച്ചാല്, സലഫി ഉലമാക്കളിൽ ഒരു വലിയൊരു സ്ഥാനത്തേക്ക് ഉയരാൻ മാത്രം കെൽപ്പുള്ള ഒരു ആള്, പറഞ്ഞാൽ ആ രൂപത്തിൽ വളർന്നു വരുന്ന ഒരു വലിയൊരു പണ്ഡിതനെ ഇവർക്ക് അധികാരം കിട്ടിയ ആദ്യം പോയി ചെയ്ത പണി എന്താണെന്നറിയോ? അയാളെ കൊന്നുകളയും. എന്നിട്ട് ഈ ഇഖ്വാനികളെ പ്രചരിപ്പിക്കുന്നതെന്ന് അറിയോ? ഇവർ സലഫികളാണ്. അത് ഏറ്റവും വലിയ രസം. അപ്പോൾ പറഞ്ഞു വന്നത്, ഇവർ ഈ റിസൾട്ടിലേക്ക് എത്താനുള്ള കാരണം ഈ രണ്ട് കാര്യങ്ങളിൽ സംഭവിക്കുന്ന അപാകതകളാണ്. ഒന്നാമത്തെ, ഈ ശുറൂത്തുകൾ ശ്രദ്ധിക്കൂല. ഈ ശുറൂത്തുകൾ എല്ലാം ഒത്തുവന്നാൽ, നിസ്കാരത്തിലെ എല്ലാ ശുറൂത്തുകളും ഒത്തുവന്നാലേ ആ നിസ്കാരമാവുള്ളൂ, റബ്ബിന് അടുക്കൽ സ്വീകാര്യോഗ്യമാവുള്ളൂ. എന്നതുപോലെ തന്നെ തക്ഫീറിന്റെ ശുറൂത്തുകൾ എല്ലാം ഒത്തുവന്നാൽ എന്താവുള്ളൂ? അത് തക്ഫീർ ആവുള്ളൂ, അവനെ കാഫറാക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് തക്ഫീറിന്റെ ശുറൂത്തുകൾ? ആദ്യത്തേത് ഇൽമ. ഇൽമെന്ന് പറഞ്ഞാൽ
അവനത് അറിയണം. എന്നുവെച്ചാൽ ഈ ഒരു സംസാരം, ഈ ഒരു പ്രവർത്തനം, ഇത് കുഫറാകുന്ന പ്രവർത്തനമാണെന്ന് എന്ത് ചെയ്യണം? ഈ ചെയ്യുന്നവൻ അറിഞ്ഞിരിക്കണം. തിരിച്ചു പറഞ്ഞാൽ അറിവില്ലാത്ത ഒരാള് കുഫറാണെന്ന് ഒരാൾക്ക് അറിയില്ലത്, അയാൾ ചെയ്താലോ കാഫറാവൂല. അതുപോലെ തന്നെ മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ട്, എന്നുവെച്ചാൽ ഒരാള് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതല്ല. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹു കൊണ്ട് എടങ്ങാറാക്കി അവസാനം ബുദ്ധിമുട്ടിച്ച് അവസാനം എന്ത് പറഞ്ഞു? കുഫറിന്റെ ഒരു വാക്ക് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ കാഫറാവോ? ഇല്ല. നമ്മുടെ സ്വന്തം ഉദ്ദേശപൂർവ്വം നമ്മുടെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യാം? അറിഞ്ഞുകൊണ്ട് തെറ്റി പറയലല്ല, നാവൊന്നറിയാതെ വന്നു പോകുന്ന അല്ലെങ്കിൽ അറിയാതെ കയ്യിൽ നിന്ന് ചെയ്തു പോകുന്ന കാര്യങ്ങളല്ല. ഏതുപോലെ മറ്റേ ഹദീസില്ലേ, അല്ലാഹുമ്മ അൻത അബ്ദി വാന റബ്ബുക എന്ന് പറയുന്ന ആ തൗബയുടെ ശ്രേഷ്ഠത വിശദീകരിക്കുന്ന ഹദീസിൽ അവസാനം ഇയാൾ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാം? മതിമറന്നിട്ട് എല്ലാം മറന്നിട്ട് അവസാനം എന്ത് ചെയ്യണം? ഈ ഒട്ടകത്തിന് മൂക്കുകയറും പിടിച്ചിട്ട് ഇയാൾ പറയണെന്ത്? അല്ലാഹുവേ, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുവാണെന്ന് ഇയാൾ പറയണം. അവിടെ എന്താണ്? സന്തോഷം മതിമറന്നത് എന്താ പറയാ? അയാളെ അതിജയിച്ചിട്ട് അയാൾ നാവെന്നറിയാതെ പറഞ്ഞു പോകുന്ന അയാൾ കാഫറാവൂല. അതുപോലെ തന്നെ മൂന്നാമത്തെ ഷർത്താണെന്ത്? ഈ സംസാരം അല്ലെങ്കിൽ ഈ പ്രവർത്തനം അത് വ്യക്തമായി ഒരു കുഫറാണെന്ന് വ്യക്തമായിട്ടുള്ള കാര്യമായിരിക്കണം. വ്യക്തമായി സ്വരീഹായിട്ടുള്ള കാര്യമായിരിക്കും. എന്തെങ്കിലും ഒരു അവ്യക്തമായിട്ട് ഉള്ള കാര്യങ്ങളാവാൻ പാടില്ല. വ്യക്തമായ കുഫറായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇതേപോലെ തന്നെ ഒരാളെ കാഫറാക്കാതിരിക്കാനുള്ള മവാനികളുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ ഈ ഹത്ത്, അറിയാതെ തെറ്റുപറ്റി പോവാൻ. അതുപോലെ തന്നെ ജഹല് നമ്മൾ പറഞ്ഞു, അറിവില്ലാതെ ചെയ്യാം. അതുപോലെ തന്നെ ഇക്റാഹ് പറഞ്ഞു, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുക. അതിൽപ്പെട്ടതാണെന്ത്? തഅ്വീല്. മവാനികളിൽപ്പെട്ട മറ്റൊരു കാര്യമാണെന്ത്? തഅ്വീല്. എന്നുവെച്ചാൽ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ അശരികൾ എന്താ ചെയ്യാറ്? അള്ളാഹുവിന് കൈയുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കത് കേൾക്കാൻ കഴിയില്ല. അള്ളാഹുവിന് കയ്യേ, എന്തീ പറയണമെന്ന് ചോദിക്കാം. നിഷേധിക്കും, പച്ചയ്ക്ക് നിഷേധിക്കും. അവരെന്ത് പറയും? അള്ളാഹുവിന്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കുദരത്താണെന്നോ അല്ലെങ്കിൽ ശക്തിയാണെന്നോ, അള്ളാഹു ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? റഹ്മത്ത് ഇറങ്ങുന്നോ മലക്കുകൾ ഇറങ്ങുന്നോ. ഇവിടെ അവൻ എന്ത് ചെയ്യാണ്? നിഷേധിക്കുകയാണ്. പക്ഷെ അവൻ ഇവിടെ ഖുർആൻ നിഷേധിച്ചുകൊണ്ടോ ഹദീസ് നിഷേധിച്ചുകൊണ്ടോ അവൻ കാഫറാവോ? ശരിക്കും ഖുർആൻ ഹദീസ് നിഷേധിക്കുന്ന വിധി എന്താ? കുഫറാണ്. ഇവിടെ കാഫറാവോ? ഇല്ല. ഇത് തക്ഫീറിനെ തടയുന്ന മവാനികളാണ്. ഇനി മറ്റേ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. എന്താണ്? കാഫറിനെ കാഫറാക്കാത്തവനൊക്കെ കാഫറാണ്. ഇത് എവിടെയെങ്കിലും ഈ ഒരു വിഷയം ഏതെങ്കിലും മത്തനുകൾ വായിച്ച് പരിചയമുണ്ടോ? എത്രാമത്തെ കായിക? എത്രാമത്തെ നാക്കല്ല? മൂന്നാമത്തെ അല്ലേ? മറക്കണ്ട. ഇതിനെന്താ ശരിക്കും അതിന്റെ വിഷയം എന്താ? അപ്പൊ ഇവര് ചെയ്യുന്ന അർത്ഥം അല്ലേ? അതുകൊണ്ടാണല്ലോ ഈ മീഡിയക്കാരൊക്കെ പ്രചരിപ്പിക്കുന്നത് എന്താ പ്രചരിപ്പിക്കുന്നത്? സലഫികളാണെന്നും അതുപോലെ തന്നെ ഇവര് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പുസ്തകങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ തോന്നിയാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അവർ പ്രചരിപ്പിക്കുന്നത്. എന്താണ് ശരിക്കും മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ആ ആശയക്കാരനാണോ? തയ്യസൈസിന്റെയും ഖവാരിജിന്റെയും എന്താണ് അതിന്റെ തഫ്സീർ? എന്താ
ബറക്കല്ലാഹു ഫീക്ക്. അതായത് ഒരു മുസ്ലിമിന് കുഫ്ർ സംഭവിച്ചാൽ അതൊരിനം, അസ്ലിൽ കാഫറായ ഒരുത്തൻ ഇത് വേറെ ഇനം. ഈ കായിദ, ഈ നാക്കിൽ പറയുന്നത് ആരെ പറ്റിയിട്ടാണ്? അസ്ലില് കാഫറായ ഒരുത്തിനെ പറ്റിയിട്ടാണ്. അസ്ലില് കാഫറായ ഒരുത്തിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ അസ്ലില് കാഫറായ ഒരുത്തിനെ പറ്റിയിട്ട് പറയുന്ന വിഷയം ഇവരെവിടെ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യുന്നത്? മുസ്ലിങ്ങളിൽ അപ്ലൈ ചെയ്യും. പോക്ക് മനസ്സിലായോ? ഇവരുടെ പോക്ക് ആ റൂട്ടിലാണ് പോകുന്നത്. ഇനി ഇതിനേക്കാളും ഗൗരവത്തിലാക്കുന്ന വേറൊരു വിഷയമുണ്ട്. അതാണ് ഷെയ്ഖ് നേരത്തെ പറഞ്ഞത്. ബറക്കല്ലാഹ്. എന്താ പറഞ്ഞത്? ദീനിൽ കുഫറായി പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും? അവര് തക്ഫീർ ചെയ്യും. കുറച്ചുകൂടി ഗൗരവമായി. അപകടം പിന്നെയും ഇത് ഓരോ പോയിന്റിൽ തെറ്റുമ്പോഴും അപകടം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് ദീനിൽ ഒരു കാര്യം കുഫറാണെന്ന് പഠിപ്പിച്ചെന്ന കാര്യം അല്ലാത്ത, ഇതിപ്പോ ഉദാഹരണത്തിന് ഇഖ്തിലാഫുള്ള വിഷയങ്ങൾ, അത് പിന്നെയും പോട്ടെ വയ്ക്കാം. ഒരു പണ്ഡിതനും കുഫറാണെന്ന്, അഹ്ലുസുന്നത്തിൽ ഒരു പണ്ഡിതനും കുഫറാണെന്ന് പഠിപ്പിക്കപ്പെടാത്ത കാര്യങ്ങൾ, അതിനെ അവരെന്ത് ചെയ്യും? അത് ചെയ്തവനെ കാഫറാക്കും. വൻപാപങ്ങള് കൊണ്ട് കാഫറാക്കുന്നതിനെ പോലെ. അത് പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഇഖ്വാനികളുടെ അവസ്ഥയൊക്കെ അവരിൽ ഇത്ര ഈ ഒരു രൂപത്തിൽ വൻപാപം കൊണ്ട് കാഫറാക്കുന്ന ആളുകൾ അല്ലാഹു അലം അധികം കണ്ടിട്ടില്ല. പക്ഷെ അവരിലും ഈ ഇന്നത്തെ കാലഘട്ടത്തിലും ഉള്ളൊരു വിഷയം ഞാൻ പറയാം. ആദ്യം ഈ വിഷയം പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. എന്താണ്? വൻപാപം ചെയ്താൽ കാഫറാവോ? കള്ളുകുടിക്കുക, വ്യഭിചരിക്കുക, അരിശ, ഒരുപാട് വൻപാപങ്ങളുണ്ടല്ലോ. എത്ര വൻപാപമുണ്ട് ദീനില്? ആരാ പറയാം? അതായത് ആ ഒരു ഇനം നോക്കുകയാണെങ്കിൽ, ഒരു ഇനമായിട്ട് പറയുകയാണെങ്കിൽ ഷെയ്ഖ് പറഞ്ഞ പോലെ 70-ലധികം ഇനങ്ങളായിട്ട് പറയണം. അത് ഓരോന്നായിട്ട് എണ്ണുകയാണെങ്കിൽ എത്ര ഉണ്ടാവും അറിയോ? 700-ലധികം ഉണ്ട്. അതാരാ പറയുന്നത്? ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനാണ്, സയ്യിദ് ഇബ്നു ജുബൈറോ ആരോ. അത് അസറുകളുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് 70-ലധികം ഉണ്ട്. ഓരോ ഇനങ്ങളല്ലാതെ അത് ഓരോ കാര്യങ്ങളായിട്ട് എണ്ണുകയാണെങ്കിൽ 700-ന്റെ അടുത്ത് വരും. ഇതിലേതെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വിധി എന്താ? അഹ്ലുസുന്നത്തിന്റെ നിലപാടെന്താ? ബാക്കി അവൻ എന്തല്ല, അവൻ നരകത്തിൽ പോവാൻ നിങ്ങൾ പറയും നരകത്തിൽ പോവാൻ. ശരി, അവൻ നരകത്തിൽ പോവാൻ എന്ന് വെച്ചാൽ ഒരാൾ വൻപാപം ചെയ്ത് ആ വൻപാപത്തിൽ തന്നെ തുടർന്ന് തൗബ ചെയ്യുന്നവന്റെ വിഷയമല്ല പറയും. തൗബ ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ പുറത്തു കൊടുക്കും. ശരിയായ തൗബയാണെങ്കിൽ എല്ലാ തെറ്റുകളും അള്ളാഹ് പുറത്തു കൊടുക്കും. ശരിയായ തൗബയാണെങ്കിൽ 3 നിബന്ധനകളുണ്ട്. ആരും പറയല്ലേ അവിടെ? ഒന്നാമത്തെ അതിന് ഇസ്തിഗ്ഫാർ ചെയ്യുക. വ്യക്തമായില്ല. പിന്നെ അല്ലാഹുവിലേക്ക് എത്തി മടങ്ങുക. ആ തെറ്റിൽ തുടരാതെ അത് ശരിയാ. 1 2 ബാക്കിയുണ്ട്. ഇവിടെ ബാക്കി 2. തെറ്റിൽ തുടരാതിരിക്കാൻ തോന്നുന്നത്. പിന്നെ ആ ചെയ്ത തെറ്റിനോട് അങ്ങേയറ്റത്ത് വെറുപ്പുണ്ടാവുക. ചെയ്തു പോയതിൽ വിഷമമുണ്ടാവാം. കിട്ടാവോ? ഞാൻ പറയല്ലേ അവിടെ അല്ല മനുഷ്യന്മാരെ, അപ്പൊ നിങ്ങളാരും തൗബ ചെയ്യുന്നില്ലേ?
ഞാൻ ചോദിക്കാനോ? തെറ്റിലേക്ക് ഇനി ഒരിക്കലും അത് ചെയ്യൂലെന്ന് എന്ത് ചെയ്യാ? ഉറച്ച ബോധ്യം, ദൃഢനിശ്ചയം. 3 ശ്രദ്ധിച്ചോ? നമ്മളൊക്കെ ഓരോ ദിവസം ഒരുപാട് തൗബകൾ ചെയ്യാൻ ആവശ്യക്കാരാണ്. നമ്മുടെ ഏറ്റവും വലിയ മാതൃക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയാ, യുവന്നാസ്, ജനങ്ങളെ, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യ്. ഫൈന്നി അതൂബു ഇലല്ലാഹ് കുല്ല യൗം അക്സറ മിൻ 70 മറ. ഒരു റിവായത്തിൽ അങ്ങനെയാണ്. ഓരോ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുലേക്ക് 70-ലധികം. വേറെ റിവായത്തിൽ 100 എന്ന് കാണാം, 100 മറ എന്ന് കാണാം. ഇതെന്തുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് തൗബ എന്തുകൊണ്ട് ചെയ്യാത്ത നമ്മൾ ചെയ്യുന്നില്ല എന്നല്ല, അത് തമാശക്ക് പറഞ്ഞ, നമുക്ക് ഇത്രയും കുറവായത് എന്തുകൊണ്ടാണെന്നറിയോ? അല്ല, 2 കാര്യങ്ങളുണ്ട്. ചോദിക്കാം. ഇവിടെ നമ്മുടെ തൗബകൾ ഇങ്ങനെ തൗബയെന്നില്ല, വല്ലപ്പോഴൊക്കെ ഉള്ളൂ. എന്തുകൊണ്ട് അങ്ങനെ ആവാൻ കാരണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വട്ടം 100 പ്രാവശ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് കാരണം? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വലിയ പാപിയായിരുന്നു. നിങ്ങളെന്താ വിചാരിച്ച് ഇഖ്വാനുകളെ പറ്റി പറയുമ്പോ നിങ്ങൾക്കൊന്നും പേടിക്കണ്ട, വെറുതെ വന്ന് കേട്ടിട്ട് പോവാ വിചാരിച്ചു അല്ലെ? ഭൂമിയിലേക്ക് സൃഷ്ടിച്ചതാണ്. അള്ളാഹ് ദിക്റിയാണ്. ദിക്റ് ചെയ്യാത്ത വളരെ മണിയൂട്ട് സന്ദർഭങ്ങളിൽ വരെ അതിനെ അതിന്റെ ഗൗരവം ഇതാക്കിയിട്ടാണ്. ഒന്ന്. രണ്ടാമത്തെ ഞാൻ പറഞ്ഞതിൽ 2 ഉണ്ട്. ഞാൻ പറഞ്ഞ 2 നിങ്ങൾ പറഞ്ഞതിലുണ്ട്. ബാറക്കല്ലാഹു. എന്താണ് വിഷയം എന്നറിയോ? ശ്രദ്ധിച്ചോ? ഒന്നാമത്തെ, നമ്മുടെ റബ്ബിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല. ഒന്നാമത്തെ വിഷയം. പക്ഷെ നമുക്ക് നമ്മുടെ റബ്ബിനോട് എത്ര കടമകളുണ്ട് നമുക്കിപ്പോഴും അറിയില്ല. നമ്മുടെ റബ്ബിനോടുള്ള കടമകൾ ശരിക്കും പാലിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നറിയോ? നമ്മളെപ്പോഴും റബ്ബിനെ ഓർത്തുകൊണ്ടേയിരിക്കണം. റബ്ബിനെ മറക്കുന്നൊരു സന്ദർഭം ഉണ്ടാകാൻ പാടില്ല. പിന്നെ എപ്പോഴും നമ്മുടെ റബ്ബ് തന്ന ഒരു നിഅമത്ത് പോലും ആ നിഅമത്ത് ഉപയോഗിച്ച് നമ്മൾ ഒരു തിന്മ പോലും ചെയ്യാൻ പാടില്ല. നമ്മൾ റബ്ബ് തരാത്തൊരു നിയമത്തോട് ചെയ്യാം. റബ്ബ് തരാത്ത ഏത് നിയമത്താ ഉള്ളത്? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, റബ്ബ് നമ്മളോട് എങ്ങനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞോ അങ്ങനെ തന്നെ അതേപോലെ ചെയ്യണം. അങ്ങനെ നമ്മൾ ഏത് ഇബാദത്താ ചെയ്തിട്ടുള്ളത്? തൗഹീദ് അടക്കം. ഇതൊക്കെ നമുക്ക് റബ്ബിനോടുള്ള കടമയാണ്. നമ്മൾ റബ്ബിനെ മനസ്സിലാക്കിയത് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം എന്താണെന്നറിയോ? നമുക്ക് നമ്മളറിയില്ല. എന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ തെറ്റുകൾ വരുന്നുണ്ടെന്ന് തിരിച്ചറിയാത്തൊരവസ്ഥയിൽ നമ്മളുണ്ട് ഓരോരുത്തരും. എന്റെ ഭാഗത്തുനിന്ന് ആ സംഭവിക്കുന്നത് അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞാലേ തൗബ ചെയ്യാം. തെറ്റാണെന്ന് അറിയാത്തവൻ എങ്ങനെ തൗബ ചെയ്യാം? ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് 2ലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള അളവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു വന്ന അവിടുന്ന് വിഷയത്തിൽ മാറിപ്പോയതല്ല, അത് ഗൗരവം കൊണ്ട് സൂചിപ്പിച്ചു തന്നെയാണ്. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ആവശ്യമുള്ള കാര്യങ്ങളൊന്നാണ്. നമ്മളെപ്പോഴും തൗബ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ ഷർത്തുകൾ ഒത്ത് തൗബ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് മോശം പര്യവസാനം വരൂല. ഉലമാക്കൾ പറയാറുണ്ട്, നമ്മളെ മോശം പര്യവസാനത്തിന് സൂലാഖബയും തടയുന്ന ഏറ്റവും വലിയ സബബ് ഇതാണ്, കസറത്ത് തൗബ.
അപ്പൊ ഈ തൗബ ചെയ്ത് മരണപ്പെടുന്ന ഒരു വൻപാപം, ഒരു എന്താണ് കബായർ ചെയ്യുന്ന ഒരാൾ ഫായിൽ കബീർ ആണെങ്കിൽ, അവന്റെ തൗബ ശരിയാണെങ്കിൽ എന്ത് ചെയ്യും? റബ്ബ് പുറത്തു കൊടുക്കും. ഉറപ്പാ? വലിയ തിന്മയാണെങ്കിൽ ചെറിയൊരു തൗബ ചെയ്തു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, ഇല്ലേ? പറ്റൂലേ? നിങ്ങൾ ശ്രദ്ധിക്കേ, എത്ര വലിയ തിന്മ ആയിക്കോട്ടെ, ആ പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ് എന്നുള്ള വാക്ക് ഈ ഷർത്തുകൾ ഒത്തിട്ട പറയുന്നെങ്കിൽ ആ ഒരു കലിമത്തിന് മുന്നിൽ ബാക്കിയാവാത്തൊരു തിന്മയിലും എല്ലാം വായിക്കപ്പെട്ടു. അതാണ് തൗബ എന്ന് പറയുന്നത്. അതാണ് അത്. അതിലൊതുക്കി നിർത്താനല്ല പറയുന്നത്. നമുക്ക് ഖേദം ഉണ്ടാവുമ്പോൾ കണ്ണുകൾ നിറയണം, ഹൃദയം എന്ത് ചെയ്യണം? നടുങ്ങണം, പേടി വേണം, ഇതൊക്കെ വേണം. ഈ ഷുറൂത്തുകൾ ഒത്തുവരിക എന്നുള്ളതിന് കാര്യം. ഈ തൗബ ചെയ്യാതെ ഒരു വൻപാപി, ഒരു ഇതിലെന്നാ നാട്ടിൽ പലിശ നല്ല വ്യാപകമാണല്ലോ. എത്ര തൗഹീദ് പറയുന്നവനാണെങ്കിലും വലിയ താടിയൊക്കെ ഉണ്ടാവും, ലോൺ എടുത്തിട്ടുണ്ടാവും. ഒരു പലിശക്കാരൻ വാങ്ങുന്നവനോ കൊടുക്കുന്നവനോ എന്തെങ്കിലും പലിശയായിട്ട് ബന്ധമുള്ളവരാണ്. അയാൾ ആ പലിശ അതൊന്നും മാറാതെ ഒഴിവായി നിൽക്കാതെ ആ പലിശയുമായിട്ടുള്ള ഇടപാട് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണപ്പെടുക. അയാൾക്ക് അതിലൊരു ഖേദമുണ്ട്, തൗബയൊന്നും ചെയ്തിട്ടില്ല, ഖേദമൊന്നും ഉണ്ടായിട്ടില്ല, ഒഴിവായിട്ടില്ല. അയാളുടെ അവസ്ഥ എന്താ? അയാൾ ഈ പലിശ വാങ്ങിച്ചതിൽ ആഖിറത്തിൽ ശിക്ഷിക്കപ്പെടുവോ ഇല്ലയോ? ശിക്ഷിക്കപ്പെടുന്ന ഉറപ്പാ? കൂട്ടത്തിൽ പറയാൻ എളുപ്പമാണ്. ശിക്ഷിക്കപ്പെടുമോ? എന്നുവെച്ചാൽ ശിക്ഷിക്കപ്പെടാൻ അർഹനാണ്. ശിക്ഷിക്കപ്പെടാൻ അവൻ അർഹനാണ്. അതിനുള്ള വകുപ്പ് അവന്റെ കയ്യിലുണ്ട്. ശരിക്കും വകുപ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരിലും ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷെ റബ്ബ് ദീന് നിശ്ചയിച്ച ഇതിൽ പ്രകാരം അവനെന്തുണ്ട്? ശിക്ഷിക്കപ്പെടാൻ അർഹനാണ്. പക്ഷെ അവൻ ഉറപ്പായും നരകത്ത് പോകും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, പറയാൻ കഴിയില്ല. എങ്ങനെയുള്ള ആളാണെങ്കിൽ? ശരിയായ തൗഹീദും ഈമാനുള്ള ആളാണെങ്കിൽ. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവനെ ശിക്ഷിക്കും, നരകത്തിലിടും. കാലാകാലം ഇടൂല. എന്തുകൊണ്ടാ? തൗഹീദും ഈമാനും കാരണം. നരകത്തിലിട്ടാൽ ചിലപ്പോൾ ചിലരെന്ത് ചെയ്യും? ആ ശിക്ഷ കാലാവധി തീരുന്നവരെന്ത് ചെയ്യും? നരകത്ത് കിടക്കും. അവരാണ് എന്തു പറയാ? അവർക്കൊരു പേരുണ്ട്. എന്താ പേര് അവർക്ക്? അല്ലല്ല, കബായറുകാർ വേറെയുണ്ട്. ജഹന്നമിയൂൻ. ഈ ജഹന്നമിയൂന്റെ ഹദീസ് കേട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? എന്താണ്, ഒരു വലിയൊരു സംഘം ഖവാരിജുകൾ ഹിദായത്തിലേക്ക് വരുന്നു, അഹ്ലുസുന്നത്തിന്റെ മാർഗത്തിലേക്ക് വരുന്നു. ചില ആളുകൾക്ക് അവരുടെ ശിക്ഷയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ശിക്ഷയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ ആ ചെയ്ത തിന്മയുടെ ഗൗരവത്തിനനുസരിച്ചിട്ട് കാലാവധി തീരുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? പല കാരണങ്ങൾ കൊണ്ട്. ഷഫാഅത്ത്, അത് നബിമാരുടെ ഷഫാഅത്ത്, അല്ലാത്ത ഇവരുടെ അടുത്ത ആളുകൾ സ്വർഗത്തിലുണ്ടെങ്കിൽ അവരുടെ ഷഫാഅത്ത്, മലക്കുകളുടെ ഷഫാഅത്ത്. ഇവരൊന്നും ഷഫാഅത്ത് ചെയ്തില്ലെങ്കിൽ റബ്ബ് അവന്റെ റഹ്മത്ത് കൊണ്ട് എന്ത് ചെയ്യും? ചിലരെ പിടിച്ച് സ്വർഗത്തിലേക്ക് ഇടും. ചില ആളുകളെ റബ്ബ് എന്ത് ചെയ്യും? നിനക്ക് പ്രവേശിപ്പിക്കാതെ എന്ത് ചെയ്യും? പുറത്തു കൊടുക്കും. വെറുതെ എന്തെങ്കിലും അടിസ്ഥാനത്തിൽ റബ്ബ് കൃത്യമായ നീതിന്റെ അടിസ്ഥാനത്തിൽ, ഹിക്മത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. ഓരോരുത്തർക്കും അവർക്ക് അർഹതപ്പെട്ടതുപോലെ. അപ്പോ ഒരു വൻപാപം ചെയ്തൊരു ആൾ എന്ത് ചെയ്യില്ല? തൗബ ചെയ്യാതെ മരണപ്പെട്ട ഒരാൾ ഒരിക്കലും നരകത്തിൽ ശാശ്വതനല്ല. എന്ന് വെച്ചാൽ കാഫറല്ല, നരകത്തിൽ ശാശ്വതനല്ല, കാഫറാവുകയില്ല.
ഇതിന്റെ കൂടെ ചേർത്ത് വെക്കേണ്ട ഒരു വിഷയമാണ് എന്ത്? ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഈ ആധുനിക ഹവാരിജികൾ ഏറ്റവും അധികം നല്ലോണം മുതലെടുക്കുന്ന ഒരു വിഷയമാണ് എന്ത്? തെറ്റിദ്ധരിപ്പിക്കാൻ. അൽ ഹുക്മു ബിഗൈരി മാ അൻസലല്ലാഹ് നല്ലോണം മുതലെടുക്കുന്ന ഒരു വിഷയമാണ്. അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ വിധി കൽപ്പിക്കാം, നടപ്പിലാക്കാം. അള്ളാഹു അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ടല്ലാതെ, ഖുർആനും സുന്നത്തും കൊണ്ടല്ലാതെ എന്ത് ചെയ്യാ? വിധിക്കുക എന്നുള്ളത്. ഖുർആനും സുന്നത്തും കൊണ്ടല്ലാതെ വിധിക്കുന്നതിന്റെ ശർഈയായിട്ടുള്ള ഇതെന്താ? ഹുക്മെന്താ? നിക്ക് പറയല്ലേ